മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് ഇ.ഡി. സമൻസ് അയച്ചത് ലാവ്ലിൻ കേസിൽ 2020 ഇ.ഡി. രജിസ്റ്റർ ചെയ്ത കേസിലാണ് സമൻസ് അയച്ചത്. വിപിൻ സി വിജയൻ വിശദാംശങ്ങളുമായി. വിപിൻ, പഠനത്തിനുള്ള ഫണ്ട് അത് ലാവ്ലിൻ നൽകിയിട്ടുണ്ട് എന്ന തരത്തിൽ മൊഴിയുണ്ടായിരുന്നു. അതിന്റെ പേരിലാണ് സമൻസ് എന്നതാണോ ഇപ്പോൾ വരുന്ന വാർത്ത? നേരത്തെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടൊക്കെയായിരുന്നു കേട്ടിരുന്നത്. അനുജ, 2023 വിവേക് കിരണിന് ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ് വരുന്നത്. അത് വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് എന്നുള്ള മേൽവിലാസത്തിലേക്കാണ് ഈ ഒരു സമൻസ് എത്തുന്നത്. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് തന്നെ ഇ.ഡിയുടെ ഒരു സമൻസ് എത്തുകയും പിന്നീട് അതിലൊരു തുടർ നടപടിയും ഉണ്ടായില്ല. അത് ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതായിരുന്നു പുറത്തു വന്ന വാർത്തകൾ. ഇപ്പോൾ ഇന്ന് അതിൽ കുറച്ചുകൂടി വ്യക്തത വരികയാണ്. അത് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിനാണ് ഈ സമൻസ് അയച്ചത് എന്നുള്ള സുപ്രധാന വിവരമാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അന്നത് ഈ സമൻസ് അയക്കാനുള്ള ഒരു കാരണം 2020 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട ഒരു കേസെടുക്കുകയും അതിൽ തുടർ നടപടികൾ നടത്തുകയും ചെയ്തിരുന്നു. പരാതിക്കാർ, അതിന്റെ സാക്ഷികൾ, അവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ആ ഒരു മൊഴിയിൽ UK പഠിക്കുകയായിരുന്ന വിവേക് കിരണിന് സ്പോൺസർഷിപ്പ്, അന്ന് അവിടെ പഠിക്കാനുള്ള തുക നൽകിയത് അത് ലാവ്ലിൻ കേസിന്റെ ഡയറക്ടറായിട്ടുള്ള ദിലീപ് രാഹുലനാണ് എന്നുള്ള തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ലഭിക്കുന്നു. ഇങ്ങനെ ഒരു മൊഴി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇ.ഡി. സമൻസ് അയച്ചത്. പക്ഷേ അതിൽ വിവേക് കിരൺ ഹാജരായിട്ടില്ല. മറ്റ് ഒരു തുടർ നടപടികളും ആ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു പൊളിറ്റിക്കൽ സെറ്റിൽമെന്റ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് ഇതിനോടകം തന്നെ ഒരു ആരോപണമായി ഉന്നയിക്കുന്നത്. കാരണം ഇ.ഡിയുടെ ഒരു രീതി അനുസരിച്ച് അങ്ങനെ ഒരു സമൻസിൽ ഹാജരായിട്ടില്ല എന്നുണ്ടെങ്കിൽ തുടർ സമൻസുകൾ അയക്കുക അല്ലെങ്കിൽ മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് സംഭവിച്ചിട്ടില്ല. ശരി, വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.